ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതോടുകൂടി നടുങ്ങി വിറച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഇനി എന്തും സംഭവിക്കാമെന്ന ഭയപ്പാടാണ് ലോകരാജ്യങ്ങളെ വേട്ടയാടുന്നത്. ലോകമെമ്പാടുമുള്ള ഇറാനെ പിന്തുണയ്ക്കുന്ന ഖമനേയി ദൈവത്തെപ്പോലെ കാണുന്ന തീവ്ര ഷിയ വിഭാഗങ്ങൾ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവർ പല മേഖലകളിലായി ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഭയമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഗൾഫിൽ അതിശക്തമായ ആക്രമണങ്ങൾ ഇറാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദോഹയിൽ മിസൈൽ ആക്രമണങ്ങൾ ശക്തമായിരിക്കുകയാണ്. പലയിടത്തായി പല കെട്ടിടങ്ങൾ തകർക്കുന്ന ജനവാസ മേഖലയിലേക്ക് വരെ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇറാൻ ഇപ്പോൾ കലിതുള്ളി രംഗത്ത് നിൽക്കുന്നത്. ഇതിനിടെ ഖമനേയി കൊല്ലപ്പെട്ടതോടുകൂടി അതീവ ജാഗ്രതയിലാണ് ഇന്ത്യ. കശ്മീരിൽ തെരുവിലേക്കിറങ്ങിയ ഷിയ വിഭാഗം പ്രതിഷേധം ആളിക്കത്തിക്കുന്നു. രാജ്യത്തെ ജൂത പള്ളികൾക്കും ഇസ്രായേൽ അമേരിക്കൻ പൗരന്മാർക്കും സുരക്ഷ വർദ്ധിപ്പിച്ചു. പേപ്പട്ടികളെ, ജൂതന്മാരെ, ട്രംപെ, രക്തരക്ഷസെ, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന കൊലവിളി മുദ്രാവാക്യം മുഴക്കിയാണ് കശ്മീരിലെ ഷിയ വിഭാഗം ഇപ്പോൾ കൊലവിളി നടത്തുന്നത്. സൈന്യം സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പല മേഖലകളിലേക്ക് സൈന്യം ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. രാജ്യത്തെ ജൂതപ്പള്ളികൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന ഭീതി കേന്ദ്ര സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇവിടങ്ങളിൽ ശക്തമായ സുരക്ഷയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മുംബൈ, ഡൽഹി, കൊൽക്കത്ത, കൊച്ചി എന്നിവിടങ്ങളിലായി ജൂതപ്പള്ളികളുണ്ട്. കേരളത്തിലെ ജൂതപ്പള്ളിക്കും സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ബ്രാബോൺ റോഡിന് ചുറ്റുമുള്ള മതപരമായ ഒരു സ്ഥലം അവിടം ഇപ്പോൾ സുരക്ഷാ വലയത്തിലാണ്. ഒരു കാലത്ത് കൊൽക്കത്തയിലേക്ക് ചൈനക്കാർ, അർമേനിയക്കാർ, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ജൂതന്മാർ, മുസ്ലിങ്ങൾ എന്നിവരുടെ നിരവധി കുടിയേറ്റക്കാർ താമസിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഇത്. ഈ നഗരത്തിൽ ഏകദേശം 25 ജൂതന്മാർ അവശേഷിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണുള്ളത്. കൊച്ചി മറ്റൊരു പ്രധാന കേന്ദ്രമാണ്. ഏകദേശം 17 ജൂതന്മാർ ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട്. എന്നാൽ കേരളത്തിലേക്ക് നിരവധി ജൂതന്മാർ ടൂറിസത്തിന്റെ ഭാഗമായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇവരുടെ കണക്കുകൾ എടുത്തു തുടങ്ങിയിട്ടുമുണ്ട്. അമേരിക്കൻ പൗരന്മാരെയും ജൂതന്മാരെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ കൊച്ചിയിൽ ജൂതന്മാരുടെ പല അവശേഷിപ്പുകളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യമാണ്. കൊച്ചിക്ക് ചുറ്റും മുസ്ലിം ഹെറിറ്റേജ് പ്രോജക്റ്റിൽ നിരവധി ജൂത വീടുകളും ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ മേഖലയിലൊക്കെ സുരക്ഷ വർദ്ധിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ജൂതന്മാർ ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഒരാശങ്ക ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ കേന്ദ്രങ്ങൾക്കെല്ലാം തന്നെ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. ഖമനേയിയുടെ മരണം ലോകമെമ്പാടുമുള്ള ഷിയ വിഭാഗക്കാരെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഖമനേയിയെ ദൈവത്തെ പോലെ കാണുന്ന തീവ്ര ഷിയ ഗ്രൂപ്പുകൾ വെറുതെ ഇരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും മറുപടി കൊടുക്കാൻ അവർ ഏതു വഴിയും സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ ജൂത കേന്ദ്രങ്ങളും ഇസ്രായേൽ അമേരിക്കൻ പൗരന്മാരും ആക്രമിക്കപ്പെട്ടേക്കാം. അത് ലോകത്തിന്റെ പല ഭാഗത്തായി ആക്രമിക്കപ്പെടുവാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കശ്മീരിൽ വലിയൊരു വിഭാഗം ഷിയ ഗ്രൂപ്പുണ്ട്. തൊട്ടപ്പുറത്ത് പാകിസ്ഥാനിലും ഷിയ വിഭാഗം പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ അതീവ ജാഗ്രതയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കശ്മീരിൽ ഷിയ വിഭാഗക്കാർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഭയപ്പെടുത്തുന്ന വസ്തുത തന്നെയാണ്. ഞങ്ങളുടെ നാഥൻ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടായിരുന്നു ഷിയ വിഭാഗത്തിന്റെ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം ഉടലെടുത്തത്. പിന്നീട് പ്രതിഷേധത്തിന്റെ മുഖം തന്നെ മാറുകയായിരുന്നു. തിരിച്ചടിക്കുമെന്നുള്ള കൊലവിളി ഉയർന്നു. പ്രശ്നബാധിത മേഖലകളിലൊക്കെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സൈന്യം. 2011 സെൻസസ് പ്രകാരം മുൻ ജമ്മു ആൻഡ് കശ്മീർ സംസ്ഥാനത്തെ 1.25 കോടി ജനതയുടെ 68.33% മുസ്ലിങ്ങളാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം സംസ്ഥാനത്തെ ജമ്മു ആൻഡ് കശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്ര പ്രദേശങ്ങളിലായി വിഭജിച്ചു. ഇതിൽ ഏകദേശം 15 ലക്ഷം ഷിയകളും ഏകദേശം 70 ലക്ഷം സുന്നികളുമാണ്. കശ്മീരിലെ ഷിയകൾക്ക് ഇറാനോടും ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളോടും ദേശാതിർത്തിക്ക് പുറത്തുള്ള വിശ്വാസതയാണ് ഉള്ളത്. അതായത് ഈ പറയുന്ന ഇറാഖിലോ ഇറാനിലോ ഷിയ വിഭാഗക്കാർക്ക് നേരെ, അല്ലെങ്കിൽ അവരുടെ മതപുരോഹിതന്മാർക്ക് നേരെ എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങ് കശ്മീരിലും അതുപോലെ കേരളത്തിലും വരെ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു നിസ്സാരക്കാരനല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഖമനേയിയെ പോലൊരു മത നേതാവാണ്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു ഭീതി അത് നിലനിൽക്കുന്നുണ്ട്. ഹമാസ് തലവന്മാർ, ഹിസ്ബുള്ള തലവന്മാർ കൊല്ലപ്പെട്ടപ്പോഴെല്ലാം കശ്മീരിൽ പ്രതിഷേധം ആളിക്കത്തിയിരുന്നു. എന്നാൽ അതുപോലെ അല്ലല്ലോ ഖമനേയിയുടെ മരണം. ഇന്ത്യ ഇപ്പോൾ മറ്റു നീക്കങ്ങളിലേക്കൊക്കെ തന്നെ കടന്നിരിക്കുകയാണ്. ഇസ്രായേലിലെയും ഇറാനിലെയും ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുവാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു രാജ്യങ്ങളിലുമായി നിരവധി ഇന്ത്യക്കാർ
ജോലിക്കായും മറ്റും പോയിട്ടുണ്ട്. അവരെയൊക്കെ സുരക്ഷിതമാക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാൻ എന്തായാലും അതിമാരകമായ ആക്രമണങ്ങൾ പല മേഖലയിലേക്കും നടത്താൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ സുരക്ഷ അത് ഉറപ്പാക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. മറ്റൊരു വിവരം, ഇപ്പോൾ ഇറാൻ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലേക്കാണ് ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫിൽ പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ എത്രയോ ലക്ഷം പേരാണ്. ഗൾഫിലെ പല രാജ്യങ്ങളായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെയൊക്കെ സുരക്ഷ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇന്ത്യ വലിയ ആശങ്കയിലാണ്. ഇന്ത്യ ഇപ്പോൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് സുരക്ഷാ മേഖലയിലേക്ക് നിങ്ങൾ മാറണം, അവിടുത്തെ ഭരണകൂടങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആയത്തുള്ള അലി ഖമനേയെ തന്നെയായിരുന്നു. ആണവ കരാറിൽ ഇറാനെ വെപ്പിക്കുവാനുള്ള ശക്തമായ നീക്കമായിരുന്നു അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ആയത്തുള്ള അലി ഖമനേയെ കൊന്നെടുക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഇസ്രായേലിനുണ്ടായത്. അവർ മയപ്പെട്ടു നിന്നത് അമേരിക്കയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ്. ഇപ്പോഴല്ല അടിക്കേണ്ടത് എന്ന അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പിന്റെ ബലത്തിലായിരുന്നു. ആ ഒരു നിർദ്ദേശപ്രകാരമായിരുന്നു ഇസ്രായേൽ ഒന്ന് സംയമനം പാലിച്ചത്. എന്നാൽ അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനി ആയത്തുള്ള അൽ ഖമനേയി തന്നെയായിരുന്നു. മൊസാദ് ചാരന്മാരുടെ റഡാറിൽ ഖമനേയി ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ കയറി അടിച്ചത്. അതായത് ഒരു തരത്തിലും ആണവ കരാറിൽ ഒപ്പുവെക്കുവാൻ ഇറാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഘട്ടം ബോധ്യപ്പെട്ട ആ ഒരു നിമിഷത്തിൽ തന്നെയാണ് ഇസ്രായേൽ കയറി അടിച്ചത്. അതിന് പൂർണ്ണമായും അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇസ്രായേൽ ആക്രമണം തുടങ്ങിവെച്ചത് ആയത്തുള്ള ഖമനേയി എവിടെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ആ മേഖലകൾ കേന്ദ്രീകരിച്ച ആ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമായിരുന്നു നിരന്തരം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത്. വടക്കൻ ടെഹ്റാനിലെ ഷമീറായിലുള്ള പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപത്തും ഖമനേയുടെ ഓഫീസ് കോമ്പൗണ്ടിന് സമീപത്തും 7 മിസൈലുകളായിരുന്നു പതിച്ചത്. എന്നാൽ ഖമനേയി തലസ്ഥാനത്തില്ലെന്നും അദ്ദേഹത്തെ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റിയതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്കിലും ഇസ്രായേൽ ചാരന്മാർ ഇറാനിൽ പല മേഖലകളിലായി തമ്പടിച്ചിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അമേരിക്കയെ നിശ്ചിതമായി വിമർശിക്കുന്നതും പശ്ചിമേഷ്യൻ ആധിപത്യം നേടാനുള്ള US ഇസ്രായേൽ നീക്കത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതുമാണ് ഖമനേയിയെ US-ന്റെയും ഇസ്രായേലിന്റെയും മുഖ്യ ശത്രുവാക്കിയത്. എന്നാൽ അത് മാത്രമാണോ കാരണം? അല്ല. ഇറാൻ എന്ന രാജ്യം ആ രാജ്യത്ത് ആണവായുധങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള നീക്കം ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച വലിയ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു. അവരുടെ ഓരോ ലക്ഷ്യവും ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇറാൻ എന്ന രാജ്യം, അവിടുത്തെ മതഭരണകൂടം ആയത്തുള്ള അൽ ഖമനേയി ജീവനോടെ ഇരിക്കുന്നത് തങ്ങൾക്ക് ആപത്ത് തന്നെയാണ് എന്നുള്ളത് ഇസ്രായേലിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് എപ്പോഴൊക്കെ ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമിക്കുന്നു അപ്പോഴൊക്കെ ഖമനേയിയെ ലക്ഷ്യം വെക്കുന്നതും. അമേരിക്ക ഇറാന്റെ 1-ാം നമ്പർ ശത്രു എന്നും ഇസ്രായേലിനെ 2-ാം ശത്രു എന്നുമാണ് ഖമനേയി വിശേഷിപ്പിച്ചിരുന്നത്. ജൂതപ്പട്ടികളെ കൊല്ലും, ജൂതരാഷ്ട്രം കത്തിക്കും എന്നൊക്കെയുള്ള കൊലവിളികൾ ഇതിനു മുൻപ് ഖമനേയി നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെയും ആളുകൾ ഖമനേയിയുടെ നാളെണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ജൂണിലും ആക്രമണത്തിലും ഇസ്രായേലും US ലക്ഷ്യമിട്ടത് ഖമനേയിയെ തന്നെയായിരുന്നു.